ഹായ് ഫ്രണ്ട്സ്, യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ 4 ഹോം റെമഡീസാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്യൂരിൻ എന്ന രാസവസ്തു വിഘടിച്ചുണ്ടാകുന്ന മാലിന്യങ്ങളാണ് യൂറിക് ആസിഡ്. സാധാരണ യൂറിക് ആസിഡ് രക്തത്തിൽ ലയിച്ച് മൂത്രം വഴി പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ഒരു പരിധിയിൽ കവിഞ്ഞുകൂടിയാൽ കിഡ്നിക്ക് അതിനെ പുറന്തള്ളാൻ സാധിക്കാതെ വരും. അപ്പോൾ ആ യൂറിക് ആസിഡ് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ അവിടെവിടെയായി അടിഞ്ഞുകൂടും. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അമിതമായി കൂടിയാൽ ഗൗട്ട് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയാകും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന 4 പാനീയങ്ങൾ യൂറിക് ആസിഡ് കുറയ്ക്കാനായി സഹായിക്കുന്ന ഏറ്റവും നല്ല മികച്ച പാനീയങ്ങളാണ്. ഇത് നിങ്ങളുടെ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ യൂറിക് ആസിഡ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും സഹായിക്കും. ഇനി ഈ 4 പാനീയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ചിയ സീഡ് വാട്ടർ. ചിയ സീഡ്സ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ചിയ സീഡ്സിലുള്ള ഹൈ ഫൈബറാണ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്നത്. കൂടാതെ ഇത് നല്ല ദഹനത്തിനും കൂടെ സഹായിക്കുന്നു. മാത്രമല്ല ചിയ സീഡിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡും എന്നിവയുമൊക്കെ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ കുറയ്ക്കാനും യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനുമൊക്കെ സഹായിക്കും. അതുകൊണ്ട് ചിയ സീഡ്സ് വാട്ടർ യൂറിക് ആസിഡ് കുറയ്ക്കാനായി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, യൂറിക് ആസിഡ് കുറയ്ക്കാനായി ഈ പറയുന്ന രീതിയിലാണ് ചിയ സീഡ് വാട്ടർ തയ്യാറാക്കേണ്ടത്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചിയ സീഡ് ഇട്ട് വയ്ക്കാം. ചിയ സീഡ് വെള്ളത്തിലിട്ടതിന് ശേഷം 10-15 മിനിറ്റെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. ചിയ സീഡ് നന്നായി സോക്കായി വരും, നന്നായി വീർത്ത് വരും. അതിനുശേഷം മാത്രമേ ഈ വെള്ളം കുടിക്കാവൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ചിയ സീഡ് ഇട്ട് വെച്ചാലും പിറ്റേ ദിവസം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് ജിഞ്ചർ വാട്ടറാണ്. ജിഞ്ചർ വാട്ടർ തയ്യാറാക്കേണ്ടതിന് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ മെഡിസിനാണ് ഇഞ്ചി. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ഇഞ്ചി. ഒട്ടുമിക്ക അസുഖങ്ങൾ കുറയ്ക്കാനും ഇഞ്ചി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കുറയ്ക്കാനും വളരെ നല്ലതാണ് ഇഞ്ചി. ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന സംയുക്തമാണ് യൂറിക് ആസിഡ് കുറയ്ക്കാനായി സഹായിക്കുന്നത്. കൂടാതെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇഞ്ചി വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം നമ്മുടെ ശരീരം വലിച്ചെടുക്കുകയും ആവശ്യമില്ലാത്ത ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും ഇഞ്ചി സഹായിക്കും. ഇതുകൂടാതെ ഇഞ്ചിക്ക് ഡൈയൂററ്റിക് പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതായത് ഇത് യൂറിൻ്റെ അളവ് കൂട്ടാനും നമ്മുടെ ശരീരത്തിലുള്ള പരമാവധി ടോക്സിൻസ് യൂറിനിലൂടെ പുറത്തു പോകാനും സഹായിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന യൂറിക് ആസിഡ് മുഴുവൻ പുറത്തു പോകാൻ സഹായിക്കുന്ന നല്ലൊരു വാട്ടറാണ് ജിഞ്ചർ വാട്ടർ. അപ്പോൾ ഫ്രണ്ട്സ്, യൂറിക് ആസിഡ് കുറയ്ക്കാനായി ജിഞ്ചർ വാട്ടർ തയ്യാറാക്കേണ്ടത് ഈ രീതിയിലാണ്. 1 ഗ്ലാസ്സിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. 10-15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ചെറിയ ചൂടിൽ കുടിക്കുക. ഇഞ്ചി വെള്ളം കുടിക്കുന്നത് കൂടാതെ ഇഞ്ചി നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം. അതുപോലെ തന്നെ യൂറിക് ആസിഡ് മൂലം വേദന അനുഭവിക്കുന്ന ഭാഗത്ത് ഇഞ്ചി അരച്ച് പുരട്ടാവുന്നതാണ്. ഇഞ്ചി പേസ്റ്റ് വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നത് മൂലം നല്ല പോലെ യൂറിക് ആസിഡിൻ്റെ വേദന കുറയ്ക്കാൻ ഇത് സഹായിക്കും. 3ാമത്തേത് ലെമൺ വാട്ടർ. നാരങ്ങ വെള്ളവും യൂറിക് ആസിഡ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നാരങ്ങയിലെ പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റാണ് വൈറ്റമിൻ സി. നാരങ്ങയിലുള്ള സിട്രിക് ആസിഡാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കുറയ്ക്കാൻ സഹായിക്കുന്നത്. കൂടാതെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് മൂലം ശരീരത്തിലുള്ള യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറത്തു പോകാനും സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, യൂറിക് ആസിഡ് കുറയ്ക്കാനായി നാരങ്ങ വെള്ളം ഈ പറയുന്ന രീതിയിലാണ് തയ്യാറാക്കേണ്ടത്. 1 ഗ്ലാസ്സിലേക്ക് അല്പം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് മുഴുവൻ പിഴിഞ്ഞൊഴിക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരിക്കലും നാരങ്ങാനീര് ഒഴിക്കരുത്. അല്പം ചൂടുള്ള വെള്ളത്തിൽ മാത്രമേ നാരങ്ങാനീര് മിക്സ് ചെയ്യാവൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 4. ആപ്പിൾ കുക്കുംബർ ജ്യൂസ്. കുക്കുംബറിൽ ധാരാളം വെള്ളമുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറത്തു പോകാനായി സഹായിക്കും. കൂടാതെ കുക്കുംബറിന് ആൽക്കലൈൻ പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഈ ആൽക്കലൈൻ പ്രോപ്പർട്ടീസ് ആസിഡിക് നേച്ചർ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ ആസിഡിറ്റി നേച്ചർ കുറയുന്നത് മൂലം ജോയിൻസിലെ യൂറിക് ആസിഡ് മൂലം ഉണ്ടാകുന്ന ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് യൂറിക് ആസിഡ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് കുക്കുംബർ കൊണ്ടുള്ള ജ്യൂസുമൊക്കെ. നിങ്ങൾക്ക് കുക്കുംബർ സ്ലൈസ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ടും കഴിക്കാം. ഈ 2 രീതിയിൽ കഴിച്ചാലും യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. കൂടാതെ ആപ്പിളിനും ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ആണുള്ളത്. 1 ബ്ലെൻഡറിലേക്ക് 1 കുക്കുംബർ
കഴുകിയതിന് ശേഷം തൊലി കളയാതെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ആപ്പിളും തൊലി കളയാതെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവൻ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ 4 ഹോം റെമഡീസും യൂറിക് ആസിഡ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. രാവിലെ വെറും വയറ്റിലാണ് ഈ പാനീയങ്ങളെല്ലാം കുടിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം. അപ്പോഴാണ് യൂറിക് ആസിഡ് പെട്ടെന്ന് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. യൂറിക് ആസിഡ് ഉള്ളവർ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും എല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്